الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഫളലും റഹ്മത്തും അഥവാ അവൻ്റെ ഔദാര്യവും കാരുണ്യവും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ്. അത് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെയേറെ ദുഷ്കരമായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, അവൻ്റെ ഔദാര്യം കിട്ടാൻ വേണ്ടി കൊതിച്ചവരും അധ്വാനിച്ചവരുമാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ. നാം ദുനിയാവിൽ കാണുന്ന സകലമാന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും ഒക്കെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ, പടച്ചറബ് സൃഷ്ടിച്ച കാരുണ്യത്തിൻ്റെ 99 ഭാഗം ഒഴിച്ചു നിർത്തിയാൽ കേവലം 1% ഒരു ഭാഗം മാത്രമാണ് ഈ ദുനിയാവിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അഥവാ ഇതിന്റെ ബാക്കി 99 ഭാഗവും പടച്ചറബ് പരലോകത്ത് സ്വർഗത്തിൽ വേണ്ടി സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്അ,
അള്ളാഹു കാരുണ്യത്തെ പടച്ചപ്പോൾ 100 അംശങ്ങളാക്കിയിട്ടാണ് പടച്ചത്. ഫഅംസക ഇൻദഹു 99, അതിൽ 99 പടച്ചറബ് ദുനിയാവിലേക്ക് ഇറക്കിയിട്ടില്ല, അവന്റെ അടുക്കൽ കരുതി വച്ചിരിക്കുകയാണ്. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, അതിൽ 1% 1 ഭാഗം മാത്രമാണ് അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കിയത്. ഫമിൻ ദാലികൽ ജുസ്ഇ യതറാഹമുൽ ഖലായിക്, ആ 1% ആ 1 അംശത്തിന്റെ വകഭേദങ്ങളാണ് സൃഷ്ടികൾ പരസ്പരം കാണിക്കുന്ന എല്ലാ കാരുണ്യവും. മൃഗങ്ങളും പക്ഷികളും മനുഷ്യന്മാരുമെല്ലാം പരസ്പരം കാണിക്കുന്ന സ്നേഹവും ദയയും കാരുണ്യവുമെല്ലാം അതിന്റെ ആ 100ൽ 1ന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹത്താ തർഫഅ അദ്ദാബത്തു ഹാഫിറഹ, ഒരു മൃഗം അതിന്റെ കുളമ്പ് കാല് ഉയർത്തിപ്പിടിക്കുന്നത് പോലും അൻ വലദിഹ, അതിന്റെ കുട്ടിയെ തൊട്ട്, ഖശിയത അൻ തുസീബഹു, ആ അതിന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ ആ കാല് തട്ടിപ്പോകും എന്ന് ഭയന്നുകൊണ്ട് കാല് ഉയർത്തിപ്പിടിക്കുന്ന ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുതൽ പോലും ഈ 100ന്റെ ഒരംശത്തിന്റെ വകഭേദങ്ങളാണ് എന്നാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, പടച്ചറബ് നമുക്ക് വേണ്ടി പരലോകത്ത് വേണ്ടി കരുതി വച്ചിട്ടുള്ള ആ കാരുണ്യത്തിന്റെ വിശാലത എത്രയായിരിക്കും. അള്ളാഹു ആ റഹ്മത്തിന് അർഹരാക്കി നമ്മെ എല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിൽ ഒരു നിമിഷം കടന്ന് പുറത്തു വരുന്നയാളുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ വയുഅ്താ ബി അശദ്ദിൻ നാസി ബുഅ്സൻ ഫിദ് ദുനിയ, ദുനിയാവിൽ ഏറെ കഷ്ടതകൾ സഹിച്ച, ക്ലേശതകൾ അനുഭവിച്ച ഒരു മനുഷ്യൻ, മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട, പരലോകത്ത് സ്വർഗത്തിന് അവകാശിയായ, എന്നാൽ ദുനിയാവിൽ ഏറെ കഷ്ടതകൾ, സുഖമെന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും തുടരെ തുടരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. ഫയുസ്ബഗു ബിസിബഗതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു ഒന്ന് മുക്കി ഒന്ന് പ്രവേശിപ്പിച്ച് പുറത്തെടുക്കുമെന്ന്. ഫയുഖാലു ലഹു, എന്നിട്ട് അയാളോട് ചോദിക്കും, യബ്ന ആദം, ഹേ മനുഷ്യ, ഹൽ റഅയ്ത ബുഅസൻ ഖത്തു, നിന്റെ ജീവിതത്തിൽ വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കും. വാസ്തവത്തിൽ പ്രയാസമല്ലാത്ത ഒന്നും അയാൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്രമാത്രം ദുരിതങ്ങളുടെ ഇടയിലൂടെ കടന്നു വന്ന ആ മനുഷ്യനാണ്. പക്ഷേ സ്വർഗം ഒരു നിമിഷം കണ്ട് അനുഭവിച്ച് പുറത്തു വന്നപ്പോഴേക്കും അയാൾ പറയുന്ന വാക്ക്, അയാൾ പറയും, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഫയഖൂൽ ലാ വല്ലാഹി മാ മർറ ബി ബുഅ്സുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു, എന്റെ ജീവിതത്തിൽ ദുരിതം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല, പടച്ച റബ്ബേ നീ തന്നെയാണ് സത്യം എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തു പറയുമെന്ന്. സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെക്കണം, ആത്മാർത്ഥമായി പണിയെടുക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ റഹ്മത്ത് സായത്തമാക്കുവാനുള്ള 2 സുപ്രധാന സ്വഭാവങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം, പല നബിമാരുടെയും ചരിത്രങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ്, ഒരു സൂറത്താണ്. ആ സൂറത്തിൽ 2 ഉത്കൃഷ്ട സ്വഭാവങ്ങൾ അമ്പിയാക്കന്മാരുടെ സ്വഭാവമായി അള്ളാഹു എടുത്തു പറഞ്ഞു. ഒന്ന് സ്വബറാണ്, മറ്റൊന്ന് സ്വലാഹ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ അംബിയയിലെ 85-86 ആയത്തുകൾ. വ ഇസ്മാഈല വ ഇദ്രീസ വദൽ കിഫ്ൽ, അള്ളാഹുവിന്റെ പ്രഗൽഭരായ 3 പ്രവാചകന്മാരെ അള്ളാഹു ആ വചനത്തിൽ എടുത്തു പറയുകയാണ്. ഇസ്മാഈലും ഇദ്രീസും ദൽ കിഫ്ലും കുല്ലും മിനസ് സ്വാബിരീൻ, അവരെല്ലാവരും നന്നായി സ്വബറുള്ള ആളുകളായിരുന്നു, ക്ഷമാശീലരായിരുന്നു, സഹനശീലരായിരുന്നു. ക്ഷമ അല്ലെങ്കിൽ സഹനം എന്ന് കേവലം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം നീതിപൂർവകമാവുകയില്ല എന്ന് തോന്നുകയാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അസ്വബർ ഹുവ ഹബ്സുൻ നഫ്സി വമൻഉഹാ, സ്വബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തലാണ്, നിയന്ത്രിച്ചു നിർത്തലാണ്, തടഞ്ഞു വെക്കലാണ്. മിമ്മാ തമീലു ബിതബ്ഇഹാ ഇലൈഹി, അതിന്റെ സ്വതവേയുള്ള രീതി അനുസരിച്ച് അത് ചാഞ്ഞു പോകുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പതറാതെ പിടിച്ച് നിർത്തി കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചാൽ അതിനാണ് സ്വബർ എന്ന് പറയുക. വഹാദാ യശ്മുലു അൻവാഅ അസ്വബരി തലാസ, സ്വബറിന്റെ 3 തലങ്ങളെയും ഈ കാര്യം ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് അസ്വബറു അലാ ത്വാഅത്തില്ല,
പടച്ചറബിനെ വഴിപ്പെടാൻ മനസ്സൊരിക്കലും ചിലപ്പോൾ പാകപ്പെട്ടില്ല അല്ലെങ്കിൽ കൂട്ടാക്കിയില്ല എന്ന് വന്നേക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിയുക്തം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് മടിച്ചു നിൽക്കുമ്പോൾ ആ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പടച്ചറബിന്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് ആ നന്മയിലേക്ക് അതിനെ തള്ളിവിടുവാനുള്ള ഒരു പാകപ്പെടുത്തൽ, ഒരു മെരുക്കിയെടുക്കൽ, അത് സ്വബറിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തേത് വസ്വബറു അൻ മഅസിയത്തില്ലാ, അല്ല വിലക്കിയ തെറ്റുകളിലേക്ക് കുതിച്ചുപായാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സായിരിക്കും ഓരോരുത്തരുടേതും. ആ സന്ദർഭത്തിൽ മനസ്സ് പോകുന്ന വഴിക്ക് പോകട്ടെ, ശരീരം അതിനെ അനുഗമിക്കട്ടെ എന്ന് വിചാരിക്കാതെ ആ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് തടുത്തു നിർത്തുവാൻ ആർക്ക് സാധിക്കുന്നുവോ അയാൾ ക്ഷമയുടെ രണ്ടാമത്തെ പടിയും താണ്ടിയിട്ടുണ്ട്. മൂന്നാമത്തേത് വസ്വബറു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, അല്ലാഹുവിന്റെ ഖളാഇന്റെയും ഖദറിന്റെയും ഭാഗമായി നമ്മൾ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത പലതും ജീവിതത്തിലേക്ക് വന്നുപെട്ടേക്കും. ആ വേദനിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അല്ല ഇഷ്ടപ്പെടാത്ത ഒന്നും മനസ്സിൽ തോന്നാതെ, നാവ് കൊണ്ട് പറയാതെ, കൈകാലുകൾ കൊണ്ട് ചെയ്യാതെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പാകപ്പെടുത്തി നിയന്ത്രിച്ചു നിർത്തുക എന്നത് സ്വബറിന്റെ മൂന്നാമത്തെ തലമാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഫലാ യസ്തഹിഖുൽ അബ്ദു ഇസ്മ അസ്സബ്രി താം ഹത്താ യൂഫിയ ഹാദിഹി തലാസതി ഹഖഹാ. ഒരു അടിമ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വാബിറാണ്, സ്വബറുള്ള ആളാണ് എന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ ഈ മൂന്ന് തലങ്ങളെയും അയാൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെതായ വിഹിതം അതിന് നിർവഹിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഏതായാലും അള്ളാഹു ആ മനുഷ്യനെ സ്വാബിറാണ്, ക്ഷമാശീലനാണ്, സഹനശീലനാണ് എന്ന് പറയുകയില്ല. അപ്പൊ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെ എടുത്തു പറഞ്ഞത് ഈ മൂന്നും അവർ ശ്രദ്ധിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഈ പറഞ്ഞ സ്വബർ. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. മനസ്സ് പോകുന്നിടത്തേക്ക് എല്ലാം പോകുന്ന രീതിയിൽ കയറിയൂരി വിടുകയല്ല, അതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് സ്വബറിന്റെ ആളുകളാണ് എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വബറിന്റെ ആളുകൾക്ക് അനവധി നേട്ടങ്ങളും ഗുണങ്ങളും പടച്ചറബിന്റെ ഔദാര്യവുമൊക്കെ അള്ളാഹു പ്രത്യേകം ഓഫർ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടണമെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് തലങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. അള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ, അള്ള വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടകന്നു നിൽക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന രീതിയിൽ ഖളാ ഖദറിന്റെ ഭാഗമായി നമുക്ക് അസഹ്യമായ വല്ലതും രോഗമോ സാമ്പത്തികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ ആ സമയത്തും അല്ല ഇഷ്ടപ്പെടാത്ത, അള്ളാഹ്ക്ക് പൊരുത്തമല്ലാത്ത ഒരു വാക്കു പറയാതെ, ഒരു ചെയ്തികളിലേക്ക് പോകാതെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. മറ്റൊരു ഗുണം തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ സ്വലാഹ് എന്ന ഗുണമാണ് അള്ളാഹു പറഞ്ഞത്. അഥവാ നന്മയുള്ള ആളുകൾ, സംശുദ്ധരായ ആളുകൾ. എന്തൊക്കെയാണ് സ്വലാഹിന്റെ പ്രത്യേകത? ഒന്ന് സ്വലാഹുൽ ഖൽബ്, ഹൃദയത്തിന്റെ സംശുദ്ധതയാണ്, നന്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ രണ്ടാമത്തേത് വസ്വലാഹുൽ ലിസാൻ, നാവും സംശുദ്ധമായിരിക്കണം. വസ്വലാഹുൽ ജവാരിഹ്, നമ്മുടെ അവയവങ്ങളും സംശുദ്ധമായിരിക്കണം. ഇങ്ങനെ സ്വലാഹ് എന്ന് പറയുന്ന ആ വിശുദ്ധി നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും അവർക്ക് വിജയമുണ്ട്, പടച്ചറബിന്റെ റഹ്മത്ത് ഉറപ്പാണ് എന്നാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആ കാരുണ്യം നേടിയെടുക്കുവാനുള്ള ഈ സൽഗുണങ്ങൾ നമ്മൾ ആർജിക്കുക? ഒന്ന് സ്വലാഹുൽ ഖൽബ്, ഹൃദയത്തിന്റെ മനസ്സിന്റെ വിശുദ്ധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യരായ നമ്മുടെ എല്ലാം ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ മനുഷ്യൻ ഫുള്ളി ഓക്കെയായി, അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദുഷിച്ചാലോ? അയാൾ ധരിച്ച വസ്ത്രം നന്നായതുകൊണ്ട്, അയാളുടെ ശരീരത്തിന് നല്ല സൗന്ദര്യമുണ്ടായതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയമാണത്. ആ ഹൃദയത്തിന്റെ വിശുദ്ധി, മനസ്സിന്റെ സംശുദ്ധത, അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എങ്ങനെയാണ് നമുക്കത് സാധിക്കുന്നത്? ബിമഅരിഫത്തില്ലാഹി വമഹബ്ബതിഹി വൽ ഇനാബത്തി ഇലൈഹി കുല്ല വഖ്തിൻ, അല്ലാഹുവിനെ അറിയണം. നമുക്ക് ജീവൻ നൽകിയ,
ശ്വസിക്കുവാനുള്ള വായു നൽകിയ എന്ന് വേണ്ട ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര നിഅമത്തുകൾ നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്ന പടച്ചറബിനെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവൻ പറഞ്ഞു തന്ന നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിലൂടെ ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളിലൂടെ പടച്ചറബിനെ അറിയുവാൻ സാധിച്ചാൽ തീർച്ചയായും ആ റബ്ബിനെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സ്നേഹിക്കും. വൽ ഇനാബത്തി ഇലൈഹി കുല്ല വഖ്തിൻ, എല്ലാ സമയത്തും അള്ളാഹുവിലേക്കായിരിക്കും നമ്മുടെ ബന്ധം. നമ്മുടെ മനസ്സ് വേറൊരാളുമായും വേറൊരു ശക്തിയുമായും ബന്ധപ്പെടുകയില്ല. ഏത് സന്ദർഭത്തിലും ഒരു അബദ്ധം സംഭവിച്ചാൽ പടച്ചവനോട് ഉടനെ പശ്ചാത്തപിക്കുന്ന, ഒരു നന്മയ്ക്ക് വേണ്ടി ഇറക്കി പുറപ്പെടുമ്പോൾ ആ നന്മയുടെ പൂർത്തീകരണത്തിന്, അതിന്റെ എളുപ്പത്തിന്, അതിന്റെ തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന, അങ്ങനെ സദാസമയവും അള്ളാഹുവിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് സംശുദ്ധമായിരിക്കും. അതിൽ അഴുക്കുകളും വൃത്തികേടുകളും കടന്നു വരികയില്ല എന്നാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് സദാസമയവും ഖേദിച്ചു മടങ്ങുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകളിലൂടെ മുന്നേറുവാനും സാധിക്കണമെങ്കിൽ ആ മനസ്സിന്റെ സംശുദ്ധത, അതിന്റെ വൃത്തി, അതിന്റെ പരിശുദ്ധി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് സ്വലാഹുൽ ലിസാൻ, നമ്മുടെ നാവ് സംശുദ്ധമായിരിക്കണം. എങ്ങനെയായിരിക്കണം? നാവ് അള്ളാഹു നൽകിയത് ചീത്ത പറയുവാനോ വൃത്തികേടുകൾ സംസാരിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് ബിഅൻ യകൂന റത്ബൻ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിലൂടെ, പടച്ചറബിനെ പ്രകീർത്തിക്കുന്നതിലൂടെ നാവ് എപ്പോഴും പച്ചപിടിച്ചു നിൽക്കണം. അള്ളാഹ് ഇഷ്ടപ്പെട്ടത് മാത്രം, നല്ലത് പറയാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നാവ് നൽകിയത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അദ്കാറുകൾ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യാൻ ആ നാവ് ഉപയോഗിച്ചാൽ, അല്ലാതെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി, അള്ളാഹ് വെറുത്ത, അള്ളാഹ് വിലക്കിയ ഹറാമായ കാര്യങ്ങൾക്ക്, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, അങ്ങനെ കളവ് പറയാൻ, അതിലൂടെ നാവ് മലിനമാക്കാതെ സൂക്ഷിക്കുന്ന ആളുകൾ, അവർക്കാണ് പടച്ചറബിന്റെ റഹ്മത്തുള്ളത്. നാവ് കാരണം ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരു യാത്രക്കിടയിൽ പ്രവാചകരെ, സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും ഉതകുന്ന ലളിതമായ കർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവതരമായ ചില കാര്യങ്ങൾ ഉണർത്തി. ഇസ്ലാമികമായ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ മുതൽ ഓരോ കാര്യങ്ങളും, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനൊക്കെ ഉതകുന്ന, ഈ നന്മകളൊക്കെ ചെയ്യാൻ നിനക്ക് പ്രാപ്തമാക്കുന്ന ഫറലായ നോമ്പിനും ഫറലായ നമസ്കാരത്തിനും പുറമെ സുന്നത്തായ നോമ്പും സുന്നത്തായ സദഖയും രാത്രി നമസ്കാരവും ഒക്കെ ചെയ്യാൻ നിനക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി തരുന്ന ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിലിസാനിഹി, തന്റെ നാവങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, നീ ഇതിനെ നിയന്ത്രിക്കണം. കുഫ്ഫ അലൈക ഹാദാ, നീ ഇതിനെ നിയന്ത്രിക്കണം. എങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതൊക്കെ നിനക്ക് എളുപ്പമായി തീരും. അള്ളാഹു എളുപ്പമാക്കി തരും. സ്വർഗത്തിലേക്ക് നിനക്ക് പറന്നു പോകുവാൻ സാധിക്കും. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നമ്മൾ സംസാരിക്കുന്നതിന്റെ പേരിൽ പടച്ചറബ് നമ്മെ പിടികൂടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, മനുഷ്യന്മാരിൽ മഹാഭൂരിഭാഗവും നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയുണ്ടാകുന്നത് അവരുടെ നാവുകൾ സമ്പാദിച്ചത് കൊണ്ടല്ലേ മുആദേ എന്ന് ചോദിക്കുന്ന കാര്യം ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ നാവ് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ദിക്റുകൾ പറയാൻ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, സത്യം പറയാൻ, നന്മകൾക്ക് സംസാരിക്കാൻ, ആളുകളെ ഭിന്നിപ്പിക്കുവാനും അകറ്റുവാനുമല്ല, ആളുകളെ നന്മയിൽ കൂട്ടിയോജിപ്പിക്കുവാൻ, ഇങ്ങനെ നന്മകൾക്ക് വേണ്ടി നാവ് ഉപയോഗിക്കുവാൻ സാധിക്കുമ്പോൾ സ്വലാഹുൽ ലിസാൻ, നാവിന്റെ സംശുദ്ധിയും അവിടെ ഉറപ്പിക്കുവാൻ സാധിക്കും. മൂന്നാമത്തേത് സ്വലാഹുൽ ജവാരിഹ്, അള്ളാഹ് നമുക്ക് നൽകിയ കൈകാലുകളുണ്ട്, അവയവങ്ങളുണ്ട്. അതിന്റെ പരിശുദ്ധി എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? ബിശ്തിഗാലിഹാ ബിത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെടുന്ന നന്മയിൽ മാത്രം നമ്മൾ ആ അനുഗ്രഹങ്ങളെ, അവയവങ്ങളെ വിനിയോഗിക്കുക എന്നതാണ്. വഖഫിഹാ അനിൽ മആസി, അള്ളാഹ് വിലക്കിയ തിന്മകൾ ഉണ്ടാകും, അതിലേക്ക് എന്റെ കയ്യും കാലും കണ്ണും കാതും ഒന്നും പോവുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കുവാൻ സാധിച്ചാൽ, പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാത്ത ഒന്നിനും
അള്ള നൽകിയ ഇത് ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും തീർച്ചപ്പെടുത്തുവാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ അവയവങ്ങൾ കൊണ്ട് വൃത്തികേടുകളും മാലിന്യങ്ങളും പേറാതെ സംശുദ്ധരായി മനസ്സിന്റെ സംശുദ്ധിയും നാവിന്റെ വിശുദ്ധിയും അവയവങ്ങളുടെ പരിശുദ്ധിയും ഒക്കെയായി പടച്ചറബിന്റെ കോടതിയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. ഈ അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വബറിന്റെയും സ്വലാഹിന്റെയും ഗുണങ്ങളെ പരിഗണിച്ചുകൊണ്ട് അദ്ഖലഹുമുല്ലാഹു ബിറഹ്മതി പടച്ചറബിന്റെ പ്രത്യേകമായ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. വജഅലഹും മഅ ഇഖ്വാനിഹിം മിനൽ മുർസലീൻ, ആ അമ്പിയാക്കന്മാരുടെ സഹോദരങ്ങളായ കൂട്ടുകാരായ മറ്റ് പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹു അവരെ ആക്കുകയും ചെയ്തു. വഅതാബഹുമുസ് സവാബൽ ആജിൽ വൽ ആജിൽ, ദുനിയാവിലും നാളെ പരലോകത്തും അവർക്കുള്ള മഹത്തായ പ്രതിഫലം അള്ളാഹു ഒരുക്കുകയും ചെയ്തു എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ നാവും നമ്മുടെ കൈയും കാലും, അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ള ഇഷ്ടപ്പെടുന്ന നന്മയിലല്ലാതെ അള്ള വിലക്കിയ ഹറാമുകളിൽ തിന്മയിൽ വിനിയോഗിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്കും ആ ഗുണങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ദുനിയാവിൽ പടച്ചറബിന്റെ സഹായവും റഹ്മത്തും ഫദലും നമുക്ക് കിട്ടാൻ, അതിനേക്കാൾ ഉപരി പരലോകത്തെ പടച്ചറബിന്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മെ പൊതിയാൻ, അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ രണ്ട് ഗുണങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർണാടകയിലെ ശിരൂരിൽ നടന്ന ദുരന്തം നമ്മളൊക്കെ, പ്രത്യേകിച്ച് മലയാളികൾ, ഏറെ ചർച്ച ചെയ്യുകയും ആ സങ്കടങ്ങളിൽ ഭാഗവാക്കുകയും ചെയ്ത സംഗതിയാണ്. അർജുൻ എന്ന് പറയുന്ന ആ ലോറി ഡ്രൈവർ മണ്ണിടിച്ചിലിലും അതേപോലെ ആ ദുരന്തത്തിലും ഒക്കെ പെട്ടതിന് ശേഷം ഏകദേശം 10-72 ദിവസം ആ മണ്ണിൽ അല്ലെങ്കിൽ പുഴയിൽ കുടുങ്ങിക്കിടന്ന അർജുൻ എന്ന തന്റെ ഡ്രൈവറിന് വേണ്ടി കാത്തുനിന്ന സ്വന്തം സഹോദരനെ പോലെ കണ്ട് ലോറി ഉടമയായ മനാഫ് ചേർന്ന് നിന്നത് മലയാളികൾക്ക് മാത്രമല്ല മനുഷ്യപ്പറ്റുള്ള എല്ലാവർക്കും വലിയ ആവേശവും നന്മയുമൊക്കെയായി സോഷ്യൽ മീഡിയകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടതും കണ്ടതുമൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അതിന് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട 1-2 കാര്യങ്ങൾ ആ പശ്ചാത്തലത്തിൽ ഉണർത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം, നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ ആളുകളിൽ നിന്ന് യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കരുത്. അത് നമ്മുടെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരാകട്ടെ, അവരുടെ ബന്ധുമിത്രാദികളാകട്ടെ, അവരുടെ സുഹൃത്തുക്കളാകട്ടെ, ആരുമാകട്ടെ. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിന്റെ അവകാശികളായ സത്യവിശ്വാസികളുടെ ചില ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 8-9 ആയത്തുകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് നമ്മുടെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ചില പാഠങ്ങളാണ് അതിലുള്ളത്. ആ സ്വർഗാവകാശികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വയുത്ഇമൂന അത്ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഭക്ഷണത്തോട് അതിയായ താല്പര്യമുണ്ടായിരിക്കെ തന്നെ, അവർക്ക് ഭക്ഷണത്തോട് ആവശ്യമുണ്ടായിരിക്കെ തന്നെ പാവപ്പെട്ടവരും അനാഥരും അതേപോലെ തന്നെ ബന്ധനസ്ഥരുമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കും, തിന്നാൻ കൊടുക്കും. അവർക്ക് ഭക്ഷണം എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത്
അവർ ഞങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം, ഞങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ള നിയ്യത്തിലല്ല. മറിച്ച് അവരുടെ തന്നെ വാക്കുകൾ അള്ളാഹു ഉദ്ധരിക്കുകയാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ആ വിശപ്പിന്റെ സമയത്ത് ഞങ്ങളുടെ വിശപ്പ് പോലും മറന്നുകൊണ്ട് നിങ്ങളെ തീറ്റിച്ചത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, പടച്ച റബ്ബിന്റെ പ്രതിഫലം ഒന്നുകൊണ്ട് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അതല്ലാതെ നിങ്ങളിൽ നിന്ന് വല്ല പ്രത്യുപകാരമോ വല്ല ഭംഗിവാക്കുമോ നന്ദിവാക്കുമോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഏത് നന്മയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കേണ്ട കാര്യം. അതിനാണ് ഇഖ്ലാസ് അല്ലെങ്കിൽ നല്ല നിയ്യത്ത് എന്നൊക്കെ മതം പഠിപ്പിക്കുന്നത്. അതേപോലെ പരിശുദ്ധ ഖുർആൻ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസിറിന്റെ ആദ്യ ഭാഗത്ത് 6-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലാ തംനുൻ തസ്തക്ഫിർ. നിങ്ങൾ ഒരാൾക്കും നന്മ ചെയ്ത് കൂടുതൽ പ്രതീക്ഷിക്കരുത്. ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ അയാളിൽ നിന്ന് 2, 3, 9 ഒക്കെ തിരിച്ചു കിട്ടും എന്ന രൂപത്തിൽ നിങ്ങൾ നന്മ ചെയ്യേണ്ടതില്ല. ഐ ലാ തംനുൻ അലന്നാസ് ബിമാ അസ്ദൈത ഇലൈഹിം മിനൻ നിഅമിദ് ദീനിയ്യ വദ്ദുനിയവിയ്യ. മതപരമാകട്ടെ ദുനിയവിയായ കാര്യത്തിലാകട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു പറഞ്ഞ് നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്ന് വരുത്തി അവരിലൂടെ അക്കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. നീ അവർക്ക് ഇങ്ങനെയെല്ലാം ദാക്ഷിണ്യം ചെയ്തു, ഔദാര്യം ചെയ്തു, ഉപകാരം ചെയ്തു എന്നുള്ളത് കൊണ്ട് അവരുടെ മേൽ നീ ഒരു മേനി നടിച്ചുകൊണ്ടുള്ളൊരവസ്ഥ ഒരിക്കലും നിന്റെ മനസ്സിലോ നിന്റെ ചെയ്തികളിലോ ഉണ്ടായി പോകരുത്. ബൽ അഹ്സിൻ ഇലന്നാസി മഹ്മാ അംകനക്. നിനക്ക് സാധിക്കുന്നത്ര നന്മ ചെയ്യാൻ, ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുവാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു നന്മ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അയാളുടെ മതം നോക്കാതെ, ഭാഷ നോക്കാതെ, ജാതി നോക്കാതെ നീ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. വൻസ ഇൻദഹും ഇഹ്സാനക്. ആ നന്മ ചെയ്തതോടുകൂടി ആ നന്മയെ നീ മറന്നു കളഞ്ഞേക്കണം. അയാൾക്ക് എന്നോട് ഇനി ഒരു കടപ്പാടുണ്ട് എന്നൊരു തോന്നൽ നിന്റെ മനസ്സിൽ എവിടെയും നീ സൂക്ഷിക്കരുത്. വലാ തത്ലുബ് അജ്റഹു ഇല്ലാ മിനല്ലാഹി തആല. ആ നന്മയുടെ പ്രതിഫലം അയാളിൽ നിന്നല്ല, പടച്ച റബ്ബിൽ നിന്നല്ലാതെ വേറൊരാളിൽ നിന്നും അതിനൊരു നന്മ നീ പ്രതീക്ഷിക്കരുത്, ആഗ്രഹിക്കരുത്. വജ്അൽ മൻ അഹ്സൻത ഇലൈഹി വഗൈറഹു അലാ ഹദ്ദിൻ സവാ. പ്രയാസത്തിൽ ബുദ്ധിമുട്ടിയപ്പോൾ ദുരിതക്കയത്തിൽ നീ സഹായിച്ച ഒരുത്തനെയും നീ യാതൊന്നും കൊടുത്തിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ആളെയും ഒരുപോലെ കാണുവാൻ നിനക്ക് സാധിക്കണം. ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ അയാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് എന്നൊരു തോന്നലും നിന്റെ മനസ്സിലുണ്ടാകരുത്, നീ ആരോടും പറയരുത്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച സംഗതി. അതേപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നൊരു വിശ്വാസം വിശ്വാസികൾക്കില്ലെങ്കിൽ, പരലോകം സത്യമാണ് എന്നൊരു ബോധം സത്യവിശ്വാസികൾക്കില്ലെങ്കിൽ തീർച്ചയായും എന്തായിരിക്കും നന്മകളുടെ പ്രസക്തി ഉണ്ടാവുക? അള്ളാഹു എത്രയോ നീതിമാനാണ്, പരലോകം സംവിധാനിച്ച പടച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുക്തമായൊരു പരലോകം സംവിധാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ നന്മകൾ ചെയ്യുവാൻ, സേവനങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയത്നങ്ങൾക്കും എന്ത് പ്രസക്തിയായിരിക്കും ഉണ്ടാവുക? ആർക്കാണ് മനസ്സറിയാൻ കഴിയുക? ഈ പറയുന്ന ലോറി ഡ്രൈവറിന്റെയും ലോറി ഉടമയുടെയും ഒക്കെ മനസ്സെന്തായിരുന്നു എന്നും, ഏത് മനുഷ്യന്റെയും നന്മ ചെയ്യുമ്പോഴും നന്മ പറയുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയാൻ, ആത്മാർത്ഥത അളക്കുവാൻ ആർക്കാണ് പറ്റുക? പടച്ചറബിനല്ലാതെ. അതുകൊണ്ട് പടച്ചറബിന്റെ കോടതി അനിവാര്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ്. നമ്മൾ ചങ്ക് പിളർന്ന് ഹൃദയത്തിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ കരൾ പറിച്ചു കൊടുത്താലും അതിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും വർഗീയതയും ഒക്കെ പറഞ്ഞു നടക്കുമ്പോൾ ആ മനസ്സിൽ പടച്ചറബിനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലെങ്കിൽ, പരലോകമെന്നുള്ള വിശ്വാസമില്ലെങ്കിൽ, ഇഖ്ലാസ് അയാളുടെ മനസ്സിൽ രൂഢമൂലമല്ലെങ്കിൽ ഇനിയില്ല ഞാൻ നന്മകൾക്ക് എന്ന് തീരുമാനിക്കുവാൻ എളുപ്പമായിരിക്കും മനുഷ്യർക്ക്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉണർത്തിയത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എല്ലാവരും മരിച്ചു പോകും. നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ തിക്തമായ പ്രതിഫലം, അതിന്റെ കണക്ക് നോക്കി നിങ്ങൾക്ക് തികച്ചും നൽകുന്ന, പൂർത്തീകരിച്ചു നൽകുന്ന ഒരു കോടതി, അത് ഖിയാമത്ത് നാളാണ്. ആ പരലോകത്തെ ലക്ഷ്യമാക്കി വേണം നമുക്ക് പ്രയത്നിക്കാൻ, പ്രവർത്തിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഇഖ്ലാസും സത്സദ്ധതയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
സഹോദരങ്ങളെ, 2-3 പ്രധാനപ്പെട്ട ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ രോഗികളായി ഹോസ്പിറ്റലുകളിലും അതേപോലെ വീടുകളിലുമൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പള്ളിയുടെ രക്ഷാധികാരി കൂടിയായ അബ്ദുൽ ഖാദിർ കൊടയത്തൂർ ഉസ്താദ്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ഒരു മേജർ ഓപ്പറേഷന് വിധേയനാവുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ മനസ്സിൽ അതുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി ദീനീ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ കലൂര് ഭാഗത്തുള്ള എറണാകുളം ജില്ലയിലെ മിക്ക ആളുകൾക്കും ഒരുപക്ഷെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് MCF പ്രവർത്തകനായിരുന്ന അബ്ദുസ്സമദ് സാഹിബ്. അദ്ദേഹം സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്ന് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ കോതമംഗലത്തുള്ള നമ്മുടെ ഫരീദ് സാർ, അദ്ദേഹവും ശാരീരികമായ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ് എന്നറിയുവാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കുമൊക്കെ പരിപൂർണമായ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മകളിലൂടെ മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പടച്ചറബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ആശ്വാസം നൽകുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന ദുരന്ത വാർത്തകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വാർത്തകൾ കേൾക്കുവാനും വിശ്വാസികൾക്ക് ആശ്വസിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب